ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായില്ല ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന്. അതെന്താണെന്നല്ലേ, എഴുത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്, എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടല്ലേ. ഇന്നിപ്പോൾ ഏത് ചെറിയ കുട്ടി മുതൽ പ്രായമായവരുടെ കയ്യിൽ വരെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെയുണ്ട് അല്ലേ. അത് മാത്രമല്ല, ഇന്നിപ്പോൾ എഴുത്തിൻ്റെ പ്രാധാന്യം വളരെ കുറവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാട്സപ്പ് വഴി ആശയവിനിമയം നടത്തുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടായി എന്ന് വിചാരിക്കുക, അത് നമ്മൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒരു പിക്ചർ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻ കൊടുക്കും. അങ്ങനെയല്ലേ ചെയ്യാറ്. അല്ലാതെ ആരും ഇപ്പോൾ വളരെ വിരളമായ വ്യക്തികൾ മാത്രമേ പുസ്തകവും പെന്നും ഒക്കെ ഉപയോഗിച്ച് എഴുതാറുള്ളൂ. ആ ഒരു പഴയ കാലം തിരിച്ചു പിടിക്കണം എന്നല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എഴുത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എൻ്റെ ജീവിതത്തിൽ അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതും എൻ്റെ ജീവിത രീതിയിൽ അത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ഭയങ്കര സാഹിത്യകാരിയോ ഒന്നും ആകണമെന്നില്ല എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഫീലിങ്സ് എന്താണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. അത് നമ്മൾ മൊബൈൽ ഫോണിൽ എഴുതുന്നതും ഒരു പുസ്തകവും പേനയും ഉപയോഗിച്ച് എഴുതുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്തു നോക്കിയാൽ നല്ലോണം മനസ്സിലാവും. ഒരിക്കലും ഒരു പുസ്തകവും പെന്നും പഠിക്കുന്ന കാലത്ത് മാത്രം ഉപയോഗിച്ച് ഇപ്പോൾ മൊബൈൽ ഫോണിൽ മാത്രം യൂസ് ചെയ്ത് എഴുതുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ഒരു ദിവസത്തിൽ ഒരു 5, 10, 15 മിനിറ്റ് എഴുതാനും കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് പതുക്കെ ആണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് വിചാരിക്കുക. അത് നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് നമ്മളെ കേൾക്കാൻ ഒരാളില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മൾ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരും അല്ലേ. ചിലർ ആത്മഹത്യയിലേക്ക് പോകും, ചിലർ ഭയങ്കര ഡിപ്രഷനായിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ തുറന്ന് പറയാൻ ഒരാളുണ്ടാവാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം, അത് ചെറുതായിക്കോട്ടെ അതിന് വലുതായിക്കോട്ടെ, പക്ഷെ ചെറിയൊരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഒരാളോട് തുറന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റാത്ത കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 5, 10, 15 മിനിറ്റ് നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഒരല്പസമയം നമുക്ക് മനസ്സിൽ തോന്നുന്ന ആ ഒരു അനുഭവം, അത് ചെറുതായാലും വലുതായാലും, അത് ഒരു ദിവസത്തിൽ ഒരു 5, 10, 15 മിനിറ്റ് നമ്മൾ എഴുതാൻ വേണ്ടി സമയം കണ്ടെത്തുക. അത് മൊബൈൽ ഫോണിലല്ല, നമ്മൾ ഒരു പുസ്തകവും ഒരു പെന്നും എടുത്തിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ അപ്പോൾ ഉണ്ടാകുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കേൾക്കാൻ ആരും ഇല്ലെങ്കിലും അപ്പം നമ്മുടെ മനസ്സിൽ ഈ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം ഒന്ന് വേറെ തന്നെയാണ്. ഇത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ് കേട്ടോ. പിന്നെ ഞാനങ്ങനെ ചെറുപ്പത്തിലെ മുതൽ ഭയങ്കര എഴുത്തുകാരിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ എഴുത്തുകാരി അങ്ങനെ സാഹിത്യകാരി ഒന്നുമല്ല. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ വരുംതോറും കേൾക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയും, അല്ലെങ്കിൽ നമ്മൾ പറയണം എന്ന് വിചാരിക്കുമ്പോൾ അത് ആരെടുത്ത് പറയണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ലൈഫിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ സ്വയം കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒക്കെ ഞാൻ എഴുതുമായിരുന്നെങ്കിലും ഒരു +1, +2 ആ സമയത്തൊക്കെ ഞാൻ നല്ലോണം എഴുതുമായിരുന്നു, പുസ്തകവും പെന്നും ഉപയോഗിച്ച് തന്നെ. പക്ഷെ പിന്നീട് മൊബൈൽ ഫോൺ വന്ന സമയത്ത് മൊബൈൽ ഫോണിലായി എഴുത്ത്. പക്ഷെ ആ മൊബൈൽ ഫോണിലുള്ള എഴുത്തും പുസ്തകവും പെന്നും ഉപയോഗിച്ചിട്ടുള്ള എഴുത്തും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
അതെനിക്ക് ലൈഫിൽ നല്ലോണം മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു പുസ്തകവും പെന്നും എടുത്ത് ശാന്തമായിട്ട് വളരെ സമാധാനപരമായിട്ട് ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് എഴുതുന്നതും നമ്മൾ നമ്മുടെ ഫോണിലിരുന്ന് എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വരും. നമുക്ക് ആ ഒരു എന്താ പറയുക, ഭയങ്കര സൈലൻ്റായിട്ട് നിന്നിട്ട് നമുക്കത് എഴുതാൻ പറ്റില്ല. മാത്രമല്ല അത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്കൊരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ ബുക്കും പെന്ന് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ എഴുതുകയും വേണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഡയറി എഴുതുക എന്നുള്ളൊരു കാര്യം, അതായത് ഒരു ദിവസത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടായ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊരു 5, 10, 15 മിനിറ്റ് ഒരു ദിവസത്തിൽ എത്ര തിരക്കാണെങ്കിലും ഇനിയിപ്പോൾ ഒരു സെൻറ്റൻസാണ് എഴുതാനുള്ളതെങ്കിൽ പോലും അങ്ങനെ ലൈഫിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിലുണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് തന്നെ അത് പതുക്കെ പതുക്കെ അറിയാൻ പറ്റും. നമ്മൾ തന്നെ ഒരുപാട് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലോ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായാലോ നമ്മളെ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ പോലും നമുക്കതൊരു കാര്യമായിട്ടൊരു ഫീല് നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് തോന്നുന്ന കാര്യങ്ങളല്ല, നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് അത് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ലൈഫിന് പതുക്കെ പതുക്കെ ചേഞ്ചസ് ഉണ്ടാകും. എൻ്റെ ഒരു ജീവിതാനുഭവമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയട്ടെ. ഒരു ദിവസത്തിൽ നമുക്ക് തോന്നുന്ന സങ്കടമായാലും സന്തോഷമായാലും നമ്മളത് എഴുതി വെക്കുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എടുത്ത് കളയാൻ വേണ്ടി നോക്കും അല്ലേ. അങ്ങനെ കളയുന്ന സമയത്ത് ചില ആൾക്കാരത് സൂക്ഷിച്ച് വെക്കാറുണ്ട്, ചില ആൾക്കാരത് കളയാറുണ്ട്. ഇപ്പം നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അതിൽ വേണ്ടെന്ന് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അല്ലാതെ വെറുതെ നമ്മൾ കുറേ സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്താണെങ്കിലും അതിൽ ഈ പുസ്തകങ്ങളുണ്ടെങ്കിൽ, നമ്മൾ എഴുതി വെച്ച പുസ്തകങ്ങളാണെങ്കിൽ നമ്മളതൊന്ന് മറച്ചു നോക്കും അല്ലേ. അതിൽ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും. ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോയൊരു കാര്യങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഒരു ഫേസ് കടന്നു പോയി കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ഒരു നിമിഷം നമ്മൾ ഓർത്തു പോകും അല്ലേ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, ചിലപ്പോൾ നമുക്ക് സന്തോഷം വരും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും. അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും പിന്നീട് നമ്മുടെ ലൈഫിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം വരികയാണ്, ആ ഒരു ഫേസിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ മറ്റൊരു വ്യക്തിയായി കഴിഞ്ഞിട്ടുണ്ടാവും, മറ്റൊരു വ്യക്തി നമ്മളിൽ ജന്മം കൊണ്ടിട്ടുണ്ടാകും. നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ വളരെ ശക്തിയോടുകൂടി നേരിടാൻ, നമുക്ക് ഭയങ്കര പക്വതയോടുകൂടി നേരിടാൻ നമുക്ക് കഴിയും. ഇതെൻ്റെ ഒരു ജീവിതാനുഭവമാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എഴുത്തിൻ്റെ പ്രാധാന്യം എൻ്റെ ലൈഫിലുണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണെന്ന്. പിന്നെ ഈ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുവരെ എഴുതാത്തവരോ അല്ലെങ്കിൽ പഠിത്തത്തിന് ശേഷം ഒരു ഡയറി പോലും ഇതുവരെ എഴുതാത്തവരോ ഒക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് എഴുതി തുടങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് വായിച്ച് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു എത്രത്തോളം നമ്മുടെ ലൈഫിൽ എഴുത്തിൻ്റെ പ്രാധാന്യം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മളിതൊക്കെ വായിച്ച് നോക്കി കഴിയുമ്പോൾ ആ ഒരു ഫേസൊക്കെ നമ്മളെ കടന്നു പോകാൻ, അതിന് സങ്കടമായാലും സന്തോഷമായാലും എത്ര തന്നെ ഒരു വലിയ അനുഭവമായാലും ആ ഒരു ഫേസ് നമ്മളെ കടന്നു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ അത് എങ്ങനെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറേ കഴിയണം. ചിലർക്ക് അപ്പം തന്നെ എഴുതി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. ചിലർക്കത് ഒരുപാട് വർഷത്തെ സമയം എടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയമൊന്നും നമ്മൾ എഴുത്തിന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിലും ഒരു ദിവസത്തിലൊരു 10-15 മിനിറ്റെങ്കിലും എഴുത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കണം. അപ്പം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.